ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നോക്കുന്നതിന് മുമ്പേ ആദ്യമേ എൻ്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും അതുകൂടാതെ മൂവീസ് അതുപോലെ തന്നെ സീരീസ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ ഉള്ളത് ഒരു സീരീസാണ്. ആലീസ് ഇൻ ബോർഡർലാൻഡ് എന്ന് പറഞ്ഞ സീരീസിന്റെ 3ാമത്തെ സീസണിന്റെ ഒരു അപ്ഡേറ്റ് ആണ്. ഒരു ക്രൈം ത്രില്ലർ ഭാഗത്തുള്ള സീരീസ് ആയിരുന്നു. നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞ സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേ ജനറലിൽ പെടുന്ന ഒരു സീരീസാണ് ആലീസ് ഇൻ ബോർഡർലാൻഡ് എന്ന് പറഞ്ഞ സീരീസ്. അപ്പോൾ ഇത് കാണേണ്ട ഒരു സീരീസാണ്, മസ്റ്റ് വാച്ച് സീരീസാണ്. ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് സീരീസാണ് ആലീസ് ഇൻ ബോർഡർലാൻഡ് എന്ന സീരീസ്. ഈ ഒരു സീരീസിന്റെ 3ാമത്തെ സീസൺ പിന്നെ സെപ്റ്റംബർ മാസത്തിൽ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സീരീസാണ് ഈ ഒരു സീരീസ് എന്നുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ലാ ഡോൾസെ വില്ല എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ നാളെ ഫെബ്രുവരി മാസം 13-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സീരീസാണ്. മധുരൈ പയ്യനും ചെന്നൈ പൊണ്ണും എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഫെബ്രുവരി മാസം 14-ാം തീയതി ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സീരീസ് തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നൊരു റൊമാൻറ്റിക് ഡ്രാമ എറോട്ടിക് വിഭാഗത്തിൽപ്പെടുന്നൊരു ഇംഗ്ലീഷ് മൂവിയാണ്. മൈ ഫോൾട്ട് എന്ന് പറഞ്ഞ ഒരു മൂവിയാണ്. അപ്പോൾ മൈ ഫോൾട്ട് പറഞ്ഞ സിനിമയുടെ ലണ്ടൻ വേർഷനാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഇതിന് മുമ്പേ തന്നെ ആമസോൺ പ്രൈമിൽ മൈ ഫോൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തത് കണ്ടു നോക്കുക, കിഡ്ലൻ സിനിമയാണ്. മൈ ഫോൾട്ട് യുവർ ഫോൾട്ട് പറഞ്ഞ 2 സിനിമകൾ വന്നിട്ടുണ്ട്. ആ സിനിമയുടെ ലണ്ടൻ വേർഷനാണ് മൈ ഫോൾട്ട് ലണ്ടൻ എന്നാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ആമസോൺ പ്രൈമിൽ 13-ാം തീയതി നാളെ ഈ ഒരു സിനിമ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ഫ്രഞ്ച് മൂവിയാണ്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫ്രഞ്ച് മൂവിയാണ്. ഹണിമൂൺ ക്രാഷർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ഫ്രഞ്ച് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു തമിഴ് മൂവിയാണ്. പാർക്ക് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് വരുന്നത്. ടെൻറ്റ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ് ദ വൈറ്റ് ലോട്ടസ് എന്ന സീരീസാണ്. HBO മാക്സിന്റെ സീരീസാണ്. HBOയുടെ സീരീസാണ്. ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് സീസൺ ഹോട്ട്സ്റ്റാർ വഴി ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ഫെബ്രുവരി മാസം 17-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് നമ്മുടെ മകി തിരുമേനിയുടെ സംവിധാനത്തിൽ നമ്മുടെ തല അജിത്ത്, തൃഷ എന്നിവർ ഒരുമിച്ച സിനിമയായിരുന്നു വിടാമുയർച്ച എന്ന സിനിമ. ഇപ്പോൾ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ OTT റിലീസ് എന്നാണ് പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ റിലീസ് ചെയ്തോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഇതിന് മുമ്പേ തന്നെ കുറേ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട് ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ്. അപ്പോൾ മാർച്ച് മാസം 2ാമത്തെ ആഴ്ച ഈ ഒരു സിനിമ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷയിൽ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ സിനിമയുടെ തിയേറ്റർ പ്രിൻ്റൊക്കെ ലീക്കായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. തിയേറ്റർ പ്രിൻ്റൊന്നും ലീക്കായ പ്രിൻ്റുകളൊന്നും കാണാതിരിക്കുക. നമ്മുടെ ആസ്വാദനം നഷ്ടപ്പെടുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത്. തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ് വിടാമുയർച്ച എന്ന സിനിമ. അല്ലെങ്കിൽ OTT വന്നതിന് ശേഷം നല്ല ക്ലിയറുള്ള പ്രിൻ്റ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകൾ, സീരീസുകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ബ്ലാക്ക് വാറിൻ്റെ പറഞ്ഞ സീരീസിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.